പാർക്കിലെ കറങ്ങലൊക്കെ കഴിഞ്ഞിട്ട് സുധി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ കയറിയ വശം തന്നെ അച്ഛനോട് പറയണേ, എൻ്റെ പൊന്നച്ചാ പൂക്കൾ ചീഞ്ഞ് മാറിയതിൻ്റെ മണം കാരണം കയറി വരാൻ തന്നെ പറ്റുന്നില്ല. വീടിൻ്റെ മുന്നിൽ ഒരു കടയിട്ടിട്ട് വല്ലാത്തൊരു ശല്യം അയച്ചാന്നൊക്കെ പറയുമ്പോൾ രേവേട്ടൻ ഇങ്ങനെ കലി തുള്ളിയിട്ട് സുധിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ സച്ചി വീഡിയോ പ്ലേ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ കണ്ട വശം തന്നെ സുധിയുടെ ബോധം മുഴുവനും പോയി. സുധി ആവട്ടെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കണ രംഗമാണ് കാണിക്കുന്നത്. രവിയേട്ടൻ വന്നിട്ട് സുധിയെടുത്ത് ചോദിക്കുന്നത്, നീ ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണത് എവിടെ പോകാമെന്ന് പറഞ്ഞിട്ടാടാ പോണത്? കാർ ഷോറൂമിൽ പോകാണെന്ന് പറഞ്ഞ് പോണത് നേരെ പാർക്കിലേക്കാണല്ലേ? അപ്പം നിനക്ക് ജോലിയൊന്നുമില്ല, കൂലിയൊന്നുമില്ല, എന്നിട്ട് വെറുതെ നീ ഓരോ നുണയും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കായിരുന്നു അല്ലേ? ചന്ദ്രേ, നീ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ ഈ ഒരു പരിപാടി? അപ്പോൾ സച്ചി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, ഇവരും കൂടി അറിഞ്ഞിട്ടാണ് അച്ഛാ. നിങ്ങളുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര ദിവസം എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? മനസ്സിലുള്ള വിഷങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സാച്ചി ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് ചന്ദ്രമതിയോട്. ഇതൊക്കെ കണ്ട് നിൽക്കണ ശ്രുതി ആവട്ടെ ആകെ മൊത്തം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് പോവുകയാണ്. ശ്രുതി കൈ പിടിച്ചിട്ട് ഇങ്ങനെ തടസ്സപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് നേരെ ശ്രുതി മുകളിലേക്ക് പോകണമെന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത്.